ചെറുപുഴ പഞ്ചായത്തിലെ ആംബുലൻസിന്റെ ഡ്രൈവറെ ചൊല്ലിയുള്ള വിവാദം പരിഹരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ പറഞ്ഞു. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കോവിഡ് കാലത്തിന്റെ സാഹചര്യത്തിലാണ് ആംബുലൻസ് വാങ്ങിയതെന്നും അതിന്റെ കാര്യനിർവഹണം നടത്തുന്നത് പഞ്ചായത്ത് സമിതിയാണെന്നും ആംബുലൻസിന്റെ ഡ്രൈവർ കൊലക്കേസ് പ്രതിയാണെന്ന ആക്ഷേപം വന്നയുടനെ തന്നെ ഡ്രൈവറെ മാറ്റിയെന്നും ആംബുലൻസിന് ദിവസക്കൂലിക്ക് ഡ്രൈവറെ നിയമിക്കാൻ പറ്റാത്തതിനാൽ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഡ്രൈവറുടെ നിയമനം നടത്തുന്നതെന്നും താൽപ്പര്യമുള്ള ഡ്രൈവിംഗ് പ്രാവീണ്യമുള്ളവരിൽ നിന്നും അപേക്ഷ വന്നാൽ അവരെ പരിഗണിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2021-22 വർഷം, അതായത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വാങ്ങിച്ച ഒരു ആംബുലൻസ് ആയിരുന്നു ഇത്. ആ ഭരണസമിതി അത് ഈ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി തന്നെ അത് പ്രസിഡൻ്റായിരുന്ന അലക്സാണ്ടർ സാറിൻ്റെ ഇതിലത് നടന്നു. അതിനുശേഷം ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ കുറച്ച് ബാധ്യതയുണ്ടായിരുന്നു. അതും ഈ ഭരണസമിതിയിലെ 2-3 ഡ്രൈവർമാർ വന്നു. ആ ഡ്രൈവർ അപ്പം ഈ ഭരണസമിതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, കഴിഞ്ഞ ഭരണസമിതിയിലെ ബാധ്യത മൂലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് അത് ഈ ഭരണസമിതിയിലുള്ള 3 ഭരണസമിതി അംഗങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചൊരു കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു. അതിന് ശേഷം അത് 3ാമത്തെ ഡ്രൈവറാണ്. അതായത് ഡെയിലി വേജസ് ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ആ രീതിയിൽ അത് കൊണ്ടുപോയാൽ ബാധ്യത വരുമെന്ന് കരുതി കമ്മീഷൻ വ്യവസ്ഥയിൽ 30% കമ്മീഷൻ വ്യവസ്ഥയിലാണ് ആംബുലൻസ് കൊടുത്തിരുന്നത്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന ഡ്രൈവർ ഇന്നലെയാണ് മാധ്യമങ്ങളോട് ആ വാർത്ത അറിയാൻ സാധിച്ചത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും വണ്ടി ചാവി മേടിക്കുകയും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് ഈ രീതിയിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഭരണസമിതി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജനകീയ പങ്കാളിത്തത്തോടെ ജനങ്ങൾക്ക് വേണ്ടി മേടിച്ച ഒരു ആംബുലൻസാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഭരണസമിതിയുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയിൽ ആരെങ്കിലും സന്നദ്ധരായി വന്നാൽ ഈ ആംബുലൻസ് അങ്ങനെ ഈ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.